നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ മാനേജ്മെന്റ് ഫോർ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ യൂണിറ്റ് ആണ്. ആദ്യത്തെ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് ആണ്. നമ്മൾ ഓൾറെഡി ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നു, എത്ര ബ്ലോക്കുകൾ പഠിക്കുന്നു, അതിൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 1 ആയ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി വർക്ക് ആണ്. അതായത് കമ്മ്യൂണിറ്റി എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കമ്മ്യൂണിറ്റി വർക്ക്, അതാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അതായത് ഈ ചാപ്റ്റർ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാം എന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് കമ്മ്യൂണിറ്റീസ് എന്താണ് എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റീസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ നാച്ചർ ആൻഡ് ഡെഫിനിഷൻസ് നമുക്ക് മനസ്സിലാവും. രണ്ട് രീതിയിലാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഒന്ന് സോഷ്യൽ വർക്കേഴ്സിന്റെ പെർസ്പെക്റ്റീവിലൂടെ, രണ്ടാമത്തത് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിലൂടെ. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വർക്ക് എന്നുള്ളത് എന്താണ് കമ്മ്യൂണിറ്റി വർക്ക്, അതിന്റെ അർത്ഥം എന്താണ്, കമ്മ്യൂണിറ്റി വർക്ക് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, അതിന്റെ ഒറിജിൻ എവിടെയാണ്, അതിന്റെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ വർക്കില് കമ്മ്യൂണിറ്റി വർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഒരു മെത്തേഡ് എന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം എന്താണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ വർക്കേഴ്സ് സോഷ്യൽ വർക്ക് എന്ന് പ്രാക്ടീസ് ചെയ്തോ ആ സമയം മുതൽ തന്നെ കമ്മ്യൂണിറ്റി നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ വർക്ക് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ആയിട്ട് അവിടെ കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മളെല്ലാവരും ജനിച്ചു വീഴുന്നത്, സോഷ്യലൈസ് ചെയ്യപ്പെടുന്നത് അഥവാ സാമൂഹികവൽക്കരിക്കപ്പെടുന്നത് ഒക്കെ എവിടെ നിന്നാണ്? കമ്മ്യൂണിറ്റീസിൽ നിന്നാണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഐഡന്റിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് സോഷ്യൽ കോണ്ടെക്സ്റ്റുകളിലൂടെയും കമ്മ്യൂണിറ്റീസിലും കൂടെയാണ്. സോഷ്യൽ വർക്ക് പെർസ്പെക്റ്റീവില് കമ്മ്യൂണിറ്റി നമുക്ക് രണ്ട് രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒന്ന് മൈക്രോ ലെവൽ പ്രാക്ടീസും ഒന്ന് മാക്രോ ലെവൽ പ്രാക്ടീസും. എന്താണ് മൈക്രോ ലെവൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് നമ്മള് വ്യക്തികളെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്ക്, അല്ലെങ്കിൽ ഫാമിലീസിനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്ന വർക്ക്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോ ലെവൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ നമ്മൾ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ചെയ്യാം. അതായത് കമ്മ്യൂണിറ്റീസിന്റെ റിസോഴ്സസ്, ഡൈനാമിക്സ് ഒക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനെയും അതുപോലെ തന്നെ അവരുടെ ബിഹേവിയറിനെയും ഷേപ്പ് ചെയ്യുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ്. ഓരോരു വ്യക്തിയും അവരുടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണോ ആ കമ്മ്യൂണിറ്റിയിലുള്ള റിസോഴ്സസുകൾ അഥവാ സ്രോതസ്സുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ ഡൈനാമിക്സ് എന്താണ്, അതിനനുസരിച്ചിട്ടാണ് അവർ ഓരോരുത്തരുടെയും ബിഹേവിയറും ജീവിതവും ഷേപ്പ് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൈക്രോ ലെവൽ പ്രാക്ടീസിലാണെങ്കിൽ പോലും കമ്മ്യൂണിറ്റി അവിടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ട് പഠിക്കുന്നത് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് മാക്രോ ലെവൽ പ്രാക്ടീസ് ആണ്. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചും കൂടെ വലിയ രീതിയിൽ വിശദമായിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മാക്രോ ലെവൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ ഫോക്കസ് ചെയ്തത് ഇൻഡിവിജ്വൽസിനെയും ഫാമിലീസിനെയും ഒക്കെ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വലിയൊരു സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വലിയൊരു രീതിയിലുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നതിനെയാണ് മാക്രോ ലെവൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റിനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക, ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരിക, അതാണ് മാക്രോ ലെവൽ പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ഡെഫിനിഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആദ്യം തന്നെ ഈ കമ്മ്യൂണിറ്റി എന്നുള്ള വാക്ക് വന്നത് നമ്മുടെ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള മൂനുസ്കം എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിൽ നിന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, ടു ഗിവ് വൺ ടു ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ടു ഗിവ് വൺ ടു ഈച്ച് അതർ എന്ന വേർഡ് കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ എയ്ഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ, ഒരു ബന്ധം രൂപപ്പെടുന്നത്, അതാണ് ഈ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ടിവിറ്റി ഓഫ് പീപ്പിൾ ഷെയറിംഗ് എലമെന്റ്സ് ലൈക്ക് ജോഗ്രഫി, കൾച്ചർ, ഐഡന്റിറ്റി, സോഷ്യൽ
ക്യാപിറ്റൽ, എക്സ്ക്ലൂസീവ്നെസ് ആൻഡ് വി ഫീലിംഗ് ആണ്. അതായത് ആളുകൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ, പലതരത്തിലുള്ള എലമെന്റ്സ് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്? അവരുടെ ജോഗ്രഫി ഷെയർ ചെയ്യുന്നുണ്ട്, അവരുടെ കൾച്ചർ ഷെയർ ചെയ്യുന്നുണ്ട്, അവരുടെ ഐഡന്റിറ്റി ഷെയർ ചെയ്യുന്നുണ്ട്, സോഷ്യൽ ക്യാപിറ്റൽ അല്ലെ, സോഷ്യൽ ക്യാപിറ്റൽ ഷെയർ ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂസീവ്നെസ് ഷെയർ ചെയ്യുന്നുണ്ട്, വി ഫീലിംഗ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ പരസ്പരം ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ ഭൂമി, അവരുടെ സംസ്കാരം, അവരുടെ ഐഡന്റിറ്റി. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാല് നമ്മൾ സമൂഹത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആ കമ്മ്യൂണിറ്റി, ആ സമൂഹത്തിന്റെ പാർട്ടായിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ, അതാണ് സോഷ്യൽ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്ക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞാല് നമ്മളൊരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ മാത്രമായിരിക്കും ആ ഗ്രൂപ്പിൽ ഉണ്ടാവുക. പുറത്തു നിന്നുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെ പുറത്തു നിന്നുള്ള ഒരു ഗ്രൂപ്പിന് അങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടാവില്ല. കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ക്ലൂസീവ്നെസ് എന്ന് പറയുന്നത്. വി ഫീലിംഗ് എന്ന് പറഞ്ഞാലോ, നമ്മൾ ഒരു ഗ്രൂപ്പിന്റെ പാർട്ടായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ഉൾപ്പെടുന്നു, ഞാൻ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവും. ആ തോന്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വി ഫീലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സബ്ജക്റ്റീവിലെ എക്സ്പീരിയൻസ്, ഞാനൊരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ് എന്ന് എനിക്ക് അനുഭവിച്ചറിയാനാണ് പറ്റുക, ഫെൽറ്റ് ചെയ്യാൻ പറ്റുക. നമുക്കത് എത്രത്തോളം ഞാൻ ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് എന്ന് അളക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, പക്ഷെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ കമ്മ്യൂണിറ്റിക്ക് രണ്ട് തരത്തിലുള്ള ബൗണ്ടറീസ് ആണുള്ളത്, ടാഞ്ചിബിൾ ബൗണ്ടറിയും സിംബോളിക് ബൗണ്ടറിയും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ബൗണ്ടറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാഞ്ചിബിൾ എന്ന് പറയുന്നത്. സിംബോളിക് എന്ന് പറഞ്ഞാൽ സൂചകമായിട്ട്, ഒരു സൂചനയായിട്ട് നമ്മൾ കാണുന്ന ബൗണ്ടറീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംബോളിക് എന്ന് പറയുന്നത്. അപ്പൊ ടാഞ്ചിബിൾ ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ ഭരണ പ്രദേശങ്ങളാണ്, അഡ്മിനിസ്ട്രേറ്റീവ് റീജിയൻ ബോർഡേഴ്സ് ആണ്. അത് നമുക്ക് മാപ്പുകളിലെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. ഇനി സിംബോളിക് എന്ന് പറഞ്ഞാലോ, അത് ചിഹ്നങ്ങളാണ്, അത് ആളുകളുടെ മനസ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഞാൻ നേരത്തെ പറഞ്ഞ സെൻസ് ഓഫ് ബിലോങ്ങിങ്, അതായത് ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്നുള്ള ചിന്ത, സെൻസ് ഓഫ് ബിലോങ്ങിങ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നോട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് മക്കേവറും പേജും പറഞ്ഞ ഡെഫിനിഷൻ ആണ്. ഇവര് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പാണ്, ഒരു ഗ്രൂപ്പാണ് ഷെയറിംഗ് ബേസിക് കണ്ടീഷൻസ് ഓഫ് കോമൺ ലൈഫ്. സാധാരണ നമ്മുടെ ജീവിതത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, സ്കൂള്, ഹോസ്പിറ്റല്, അങ്ങനെ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. റോബർട്ട് ബെല്ല എന്താണ് പറയുന്നത്? സോഷ്യൽ ഇന്റർഡിപെൻഡന്റ് ഗ്രൂപ്പാണ്. ഇന്റർഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഇന്റർഡിപെൻഡന്റ് എന്ന് പറയുക. അങ്ങനെ ഇന്റർഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പില് പ്രാക്ടീസസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഓരോരോ കമ്മ്യൂണിറ്റിയിൽ ഉള്ള സമയത്ത് ഓരോരോ കമ്മ്യൂണിറ്റിൻ്റെതായിട്ടുള്ള അവർ ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, കുറച്ച് പ്രാക്ടീസസ് ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവര് പരസ്പരം ഇന്റർഡിപെൻഡന്റ് ആണ്, അത് ഷെയർ ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിന്റെ കാര്യം വരുന്ന സമയത്ത്, കമ്മ്യൂണിറ്റിൻ്റെതായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്കല്ല, കമ്മ്യൂണിറ്റിന്റെ കാര്യം വരുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അടുത്തത് എന്താണ്? ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണിറ്റി എൻകറേജ്മെന്റ് കൊടുത്ത ഡെഫിനിഷൻ ആണ് ആക്സെപ്റ്റൻസ് ഓഫ് ഡൈവേഴ്സിറ്റി. അതായത് വൈവിധ്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക. ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത്, ഒരു കമ്മ്യൂണിറ്റിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഓരോരോ ഇൻഡിവിജ്വൽസും വൈവിധ്യ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡൈവേഴ്സിറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ തുറന്ന കമ്മ്യൂണിക്കേഷൻസ്, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് കൊടുക്കുക. എല്ലാവരും കൂടെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കളക്റ്റീവ് ഗുഡ് അല്ലെങ്കിൽ കോമൺ ഗുഡിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു കളക്റ്റീവ് ഗുഡ്, കോമൺ ഗുഡിന് വേണ്ടിയിട്ടാണ് ആ സമൂഹത്തിലുള്ള, ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത്.
ബൈറൺ മ്യൂണൻ പറഞ്ഞ ഡെഫിനിഷൻ ആണ് 1968 സെൽഫ് സഫിഷ്യന്റ് പോപ്പുലേഷൻ ആണ് കമ്മ്യൂണിറ്റി, അഥവാ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആണ് കമ്മ്യൂണിറ്റി. ജോഗ്രഫിക്കലി ലൊക്കേറ്റഡ്, ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട് ജോഗ്രഫിക്കലി ലൊക്കേറ്റഡ്, ഭൂമിശാസ്ത്രപരമായിട്ട് അവരെല്ലാവരും കൂടെ ഒരു കുടക്കീഴിലാണ് താമസിക്കുന്നത്. വിത്ത് ഫീലിങ്സ് ഓഫ് യൂണിറ്റി, അവിടെ എന്തുണ്ട്, പരസ്പരം യോജിപ്പുണ്ട്, അതുപോലെ തന്നെ ഇന്റർ ഡിപ്പെൻഡൻസി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. പിന്നെ സി ഫാരിങ്ടണും ഈപൈനും പറഞ്ഞ ഡെഫിനിഷൻ ആണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചേഴ്സ് ആണ്, പരസ്പരം ആശയവിനിമയം നടത്തുന്ന സ്ട്രക്ചറുകളാണ്. ലിങ്കിങ് പീപ്പിൾ ഫോർ ഡിസ്കഷൻ ആൻഡ് ആക്ഷൻ, അവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ തീരുമാനങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്കഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആക്ഷൻസും അവരവിടെ എടുക്കുന്നുണ്ട്. സിംസൺ പറഞ്ഞത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഓഫ് കണ്ടീഷണൽ ഇമോഷൻസ്, അതായത് നമ്മുടെ ഇമോഷൻസിന്റെ ഒരു കൂടാരമാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അവിടെ ജോഗ്രഫി അല്ലെങ്കിൽ എക്കോണമി മാത്രമല്ല, മറിച്ചിട്ട് നമ്മുടെ വികാരങ്ങളുടെ ഒരു കൂടാരം കൂടിയാണ് എന്ത് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല്. റാൻഡം ഹൗസ് അനാബ്രിഡ്ജ്ഡ് ഡിക്ഷണറി ആണ് നമ്മുടെ ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഇത് നമ്മൾ സോഷ്യൽ വർക്കില് കമ്മ്യൂണിറ്റിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡെഫിനിഷൻ കൂടിയാണിത്. അപ്പോൾ റാൻഡം ഹൗസ് അനാബ്രിഡ്ജ്ഡ് ഡിക്ഷണറി പ്രകാരം പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിറ്റി എന്നാൽ എന്താണ്, എ സോഷ്യൽ ലോക്കൽ സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് കോമൺ ഗവൺമെന്റ് കൾച്ചർ ഹിസ്റ്റോറിക്കൽ ഹെറിറ്റേജ്. അപ്പോൾ ലോക്കൽ ആയിട്ടുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്, അവരുടെ ഗവൺമെന്റ് എന്താണ് ഒന്നാണ്, അവരുടെ സംസ്കാരം ഒന്നാണ്, അവരുടെ ചരിത്രം ഒന്നാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി രണ്ടാമതായി ഇദ്ദേഹം പറയുന്നത് കമ്മ്യൂണിറ്റി എന്നുള്ളത് ഒരു സോഷ്യൽ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ റിലീജിയസ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ഒക്കുപേഷണൽ ഗ്രൂപ്പ് ആവാം. അതിന്റെ എല്ലാം താല്പര്യങ്ങൾ എന്താവാം, ഒരേപോലെ ആവാം. ഓക്കെ, ആദ്യം അദ്ദേഹം പറഞ്ഞു ഒരു ലോക്കൽ സോഷ്യൽ ഗ്രൂപ്പ് ആണ്, രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു സോഷ്യൽ റിലീജിയസ് ഒക്കുപേഷണൽ ഗ്രൂപ്പാണ്. അതിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരേപോലുള്ള താല്പര്യങ്ങളാണ്. അതായത് ബിസിനസ് കമ്മ്യൂണിറ്റി, സ്കോളർലി കമ്മ്യൂണിറ്റി, നമ്മളെ MSW പഠിച്ച ആൾക്കാർ എല്ലാവരും കൂടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എല്ലാവർക്കും ഒരേ താല്പര്യമുള്ള ആൾക്കാരാണ്, അത് ഒരു ഒക്കുപേഷണൽ ഗ്രൂപ്പാണ്, അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹാംലെറ്റ്, വില്ലേജ്, ടൗൺസ്, സിറ്റീസ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നുണ്ട്. അതിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്, അതിന്റെ സൈസിനെ വെച്ചിട്ടല്ല. വില്ലേജ് എന്താണ്, ടൗൺ എന്താണ്, സിറ്റീസ് എന്താണ് എന്നൊക്കെ ഇദ്ദേഹം ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് വിർച്വൽ കമ്മ്യൂണിറ്റി ആണ്. എന്താണ് വിർച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ വിർച്വൽ കമ്മ്യൂണിറ്റി എന്നുള്ള ടേം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നായിരിക്കും. അതായത് മോഡേൺ ടെക്നോളജി കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൺലൈൻ അല്ലെങ്കിൽ വിർച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് വിർച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിറ്റീസ് എവിടെയൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക, ഇമെയിൽസ്, ഫോറംസ്, ചാറ്റ്, സോഷ്യൽ മീഡിയാസ്, ഇതിലൂടെയാണ് ഈ കമ്മ്യൂണിറ്റി വരുന്നത്. ഇവിടെയുള്ള ആൾക്കാർ, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമാവുന്ന ആൾക്കാരൊക്കെ അവരുടെ താല്പര്യപ്രകാരം അവർക്ക് ഏത് ഗ്രൂപ്പിൽ ചേരാനാണ് അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയിൽ ചേരാനാണ് താല്പര്യം, അതിനനുസരിച്ചിട്ടായിരിക്കും അവര് ജോയിൻ ചെയ്യുന്നുണ്ടാവുക, കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ വിർച്വൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ LGBTQ+, അതുപോലെ തന്നെ സപ്പോർട്ട് ഗ്രൂപ്പുകൾ, അങ്ങനെ ഐസോലേഷൻ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റിഗ്മ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഒരു അവസരം, ഒന്നിച്ചു കൂടാനുള്ള, ഒരുമിച്ച് ചേരാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് സോഷ്യൽ, പ്രൊഫഷണൽ, എഡ്യൂക്കേഷണൽ പർപ്പസുകൾ ഉണ്ട്. നമ്മുടെ വിർച്വൽ കമ്മ്യൂണിറ്റിക്ക് സോഷ്യൽ പർപ്പസ് ഉണ്ട്, പ്രൊഫഷണൽ പർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ടെമ്പററി ആയിരിക്കും, വളരെ കുറഞ്ഞ കാലത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയതായിരിക്കാം. അതുപോലെ തന്നെ അതിന് ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. നമ്മൾ കൊറോണയുടെ സമയത്ത് അല്ലെങ്കിൽ ചൂരൽമല ഉരുൾപൊട്ടലിന്റെ സമയത്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പുകൾ, സോഷ്യൽ മീഡിയാസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചാനൽസ്, ബ്ലോഗ്സ് ഒക്കെ, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, അത് നമ്മൾ അവിടെയുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി, ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. ടെമ്പററി ആണ്. അതുപോലെ തന്നെ അതിന് എന്തുണ്ട്, കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അപ്പോ നമുക്ക് അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, കുറച്ച് പ്രധാനപ്പെട്ട വിർച്വൽ കമ്മ്യൂണിറ്റീസിന്റെ എക്സാമ്പിൾ നോക്കാം. വില്ലേജ് ബ്ലോക്സ് ഇൻ ഗോവ, ഗോവയിൽ നടന്ന ഖനനത്തിനെതിരായിട്ട്
നിന്ന് അവിടുത്തെ ആളുകളൊക്കെ കൂടി ചേർന്നിട്ടുള്ള വിർച്വൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് വില്ലേജ് ബ്ലോക്സ് ഇൻ ഗോവ എന്ന് പറഞ്ഞാല്. നിർഭയ ജസ്റ്റിസ് ഫോറംസ്, ഗ്യാങ് റേപ്പ് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളിൽ പെട്ടുപോയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ഗ്രൂപ്പാണ് നിർഭയ ജസ്റ്റിസ് ഫോറം എന്ന് പറഞ്ഞാൽ. ഗ്രീൻ പീസ് ഓൺലൈൻ ക്യാമ്പയിൻസ്, നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് ഗ്രീൻ പീസ് ഓൺലൈൻ ക്യാമ്പയിൻസ്. അപ്പോൾ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻ, ഒരുമിച്ച് കൂടിയിട്ട് വലിയ രീതിക്കുള്ള ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, കുറഞ്ഞ ഫിസിക്കൽ കൊഹഷൻ ആണെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ലോകത്തിലെ എവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിലും ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ട്രഡീഷണൽ ബേസ്ഡ് കമ്മ്യൂണിറ്റീസ് കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്ററി അഥവാ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള വിർച്വൽ കമ്മ്യൂണിറ്റീസ് ആണ്. ഇനി നമുക്ക് കമ്മ്യൂണിറ്റീസിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കമ്മ്യൂണിറ്റീസ് സൈസിൽ വ്യത്യാസമുണ്ട്, അതിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്, അതിന്റെ കമ്പോസിഷനിൽ വ്യത്യാസം വരുന്നുണ്ട്, സോഷ്യൽ ഫംഗ്ഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുള്ള ഒരു ഘടകമാണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ കമ്മ്യൂണിറ്റിക്ക് ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ കമ്മ്യൂണിറ്റിനെ യുണൈറ്റ് ചെയ്യുന്നത്, ഒരുമിച്ച് നിർത്തുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഒന്നാമത്തത് എന്താണ്? കോമൺ പെർസെപ്ഷൻസ് ആൻഡ് ഗോൾസ്. ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഒരേപോലെയുള്ള കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ലക്ഷ്യങ്ങളുമായിരിക്കും. ഷെയർഡ് വാല്യൂസ്, അവര് ഷെയർ ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന മൂല്യങ്ങൾ ഒരേപോലുള്ളതായിരിക്കും. സസ്റ്റൈനഡ് റിലേഷൻഷിപ്പ്, അവരുടെ നിലനിർത്തി കൊണ്ടുപോകുന്ന ബന്ധങ്ങള് ഒരേപോലെ ആയിരിക്കും. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ബന്ധം ഉണ്ടാവും. അതുപോലെ തന്നെ ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ്നെസ്, അതിലെ ഉള്ള ഓരോരോ വ്യക്തികൾക്കും, കമ്മ്യൂണിറ്റിയിലുള്ള ഓരോരോ വ്യക്തികൾക്കും ഞാൻ ഈ കമ്മ്യൂണിറ്റിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ദിസ് ബോണ്ട് ക്രിയേറ്റ്സ് എ കൊഹസീവ് കമ്മ്യൂണിറ്റി ദാറ്റ് വർക്ക് ടുവേർഡ്സ് മ്യൂച്വൽ ഗോൾസ്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും കൂടെ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു മ്യൂച്വൽ ഗോൾ, ഒരു മ്യൂച്വൽ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇൻ കമ്മ്യൂണിറ്റീസ് ട്രാൻസെൻഡ് ടൈം, ജോഗ്രഫി ആൻഡ് സ്ട്രക്ചർ. അതായത് നമ്മൾ ലോകത്തിൽ എവിടെയാണെങ്കിൽ പോലും നമ്മളൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരിക്കുന്ന സമയത്ത് ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവും. അപ്പൊ കമ്മ്യൂണിറ്റിനെ നമുക്ക് രണ്ട് പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കാണാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ വർക്കേഴ്സിന്റെ പെർസ്പെക്റ്റീവും ആണ്. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യോളജിയിൽ നിന്ന് വരുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ കമ്മ്യൂണിറ്റിനെ നോക്കിക്കാണുന്നു. സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഇൻസൈറ്റുകളിലൂടെ, ഉൾക്കാഴ്ചകളിലൂടെ നമ്മൾ കമ്മ്യൂണിറ്റിനെ നോക്കിക്കാണുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്നത് സോഷ്യോളജിക്കൽ ഇൻസൈറ്റ് ആണ്. അപ്പൊ സോഷ്യോളജിക്കൽ ഇൻസൈറ്റ് നോക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട തിയറി വരുന്നത് നമ്മുടെ ഫെർഡിനാൻഡ് ടോണിസിന്റെ തിയറിയാണ്. അദ്ദേഹം ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തിയറി പ്രകാരം കമ്മ്യൂണിറ്റീസിനെ രണ്ട് തരങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. ഗെമിൻഷാഫ്റ്റ് കമ്മ്യൂണിറ്റിയും ഗെസൽഷാഫ്റ്റ് കമ്മ്യൂണിറ്റിയും. അപ്പൊ ഗെമിൻഷാഫ്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് ഈ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവുന്നത് പേഴ്സണൽ, ഇമോഷണൽ ആൻഡ് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പിലൂടെയാണ്. അതായത് കമ്മ്യൂണിറ്റീസ് ഉണ്ടാവാനുള്ള കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങള്, വൈകാരികപരമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ള പരിചയം, അങ്ങനെ ഉണ്ടാവുന്ന കമ്മ്യൂണിറ്റീസ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവുന്ന ബന്ധങ്ങൾ ഭയങ്കര ഇൻഫോർമൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തമ്മിൽ വളരെയധികം ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഉണ്ടാവുക. കമ്മ്യൂണിറ്റീസിലുള്ള ആളുകൾ അവരെന്താണോ, അവരെങ്ങനെയാണോ, അവര് ആരാണോ അതിനനുസരിച്ചിട്ടാണ് അവർക്ക് ആ കമ്മ്യൂണിറ്റിയിൽ മതിപ്പ് കിട്ടുന്നത്. അല്ലാതെ അവർ ഏത് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതോ ഒന്നും ബാധകമാവുന്നില്ല. ട്രഡീഷണൽ ഫാമിലി, റൂറൽ വില്ലേജസ്, ക്ലോസ് നിറ്റ് ഗ്രൂപ്പുകൾ ഒക്കെ ഗെമൻഷാഫ്റ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ ക്ലോസ്നെസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. വൈകാരികപരമായിട്ട് അവര് വളരെയധികം അടുപ്പത്തിലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ധാരണ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതുപോലെ തന്നെ അവർ നിലനിർത്തിക്കൊണ്ടുവരുന്ന, ഒരുപാട് കാലങ്ങളായിട്ട് നിലനിർത്തിക്കൊണ്ടുവരുന്ന ട്രഡീഷൻസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അവരുടെ ഇന്ററാക്ഷൻ കൂട്ടും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളവരുടെ അടുപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും.
ഇനി പിന്നുള്ളതാണ് എന്ത് ഗസൽ ഷാഫ്റ്റ് കമ്മ്യൂണിറ്റി. അതൊരു സൊസൈറ്റി ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് യുക്തിപരമായിട്ട് അല്ലെങ്കിൽ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, യുക്തിപരമായിട്ട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കരാറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഗസൽ ഷാഫ്റ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇവിടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? വളരെയധികം ഫോർമലായിട്ട് ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോരോ വ്യക്തികളുടെ താല്പര്യ പ്രകാരം, സോഷ്യൽ ഇൻട്രസ്റ്റ് പ്രകാരം ഉണ്ടാവുന്നതാണ്. നമുക്ക് ഈ ഗസൽ ഷാഫ്റ്റ് കമ്മ്യൂണിറ്റിനെ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഇന്നുള്ള നമ്മുടെ മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലാണ്. ഓക്കെ, ബിസിനസ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ലീഗൽ കോൺട്രാക്റ്റുകളെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്നത് മോഡേൺ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലാണ്. അതുപോലെ തന്നെ ഇവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇന്ററാക്ഷൻസ് ഗവൺമെന്റിന്റെ നിയമങ്ങള്, ലോസ്, റെഗുലേഷൻസ് പാലിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് എഗ്രിമെന്റ്സ് പാലിച്ചിട്ടായിരിക്കും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇമോഷണൽ ബോണ്ട് കാരണമല്ല, കരാർ അടിസ്ഥാനത്തിലെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഇന്ററാക്ഷൻസ് ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. അനെ ടോണിസ് ഈ ഒരു തിയറി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല് വ്യാവസായിക വിപ്ലവത്തിന് ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റീസിന്റെ സ്ട്രക്ചറിൽ എന്ത് വന്നു? ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു. അതുവരെ ഗ്രാമങ്ങളായിരുന്ന സ്ഥലങ്ങളൊക്കെ വ്യവസായ വിപ്ലവം വന്ന സമയത്ത് നഗരങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ടു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ടോണിസ് ഈ ഒരു തിയറി കൊണ്ടുവന്നത്. ആ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് നമ്മുടെ ടോണിസ് ഈ ഒരു തിയറി കൊണ്ടുവന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഗെമൻഷാഫ്റ്റ് കമ്മ്യൂണിറ്റി ആണ് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓതന്റിക് ഫോം ഓഫ് കമ്മ്യൂണിറ്റി. ഗസൽഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണൽ ആയിട്ടുള്ള, റേഷണലൈസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നഗരവൽക്കരിക്കപ്പെടുന്ന, പുതുതായിട്ട് വരുന്ന അർബൻ സൊസൈറ്റിയിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഗസൽഷാഫ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഗെമൻഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ഗെമൻഷാഫ്റ്റും ഗസൽഷാഫ്റ്റും രണ്ടും വ്യത്യാസപ്പെട്ടിട്ടുള്ളതാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഗെമൻഷാഫ്റ്റും ഗസൽഷാഫ്റ്റും കൂടെ ഒരുമിച്ച് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ ഇന്ത്യയിൽ അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വേർ ബോത്ത് ട്രഡീഷണൽ ആൻഡ് റൂറൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് മോഡേൺ അർബനൈസ്ഡ് സൊസൈറ്റീസ് ആർ പ്രിവലന്റ്. അതായത് നമ്മൾ ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ അവിടെ ട്രഡീഷണൽ റൂറൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അർബനൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. രണ്ട് കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്? നിലനിൽക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിറ്റീസിനെ നമുക്ക് രണ്ട് രീതിയിൽ, രണ്ട് ആസ്പെക്റ്റിലൂടെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കമ്മ്യൂണിറ്റി എന്നുള്ളത് ഒരു ഷെയർഡ് ഫിസിക്കൽ സ്പേസ് അല്ലെങ്കിൽ ജോഗ്രാഫിക്കൽ കമ്മ്യൂണിറ്റി. അതായത് നമ്മളെ ജോഗ്രാഫിക്കൽ ബൗണ്ടറി കാരണം അല്ലെങ്കിൽ ഒരേപോലെയുള്ള ഭൂമി ഷെയർ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഫിസിക്കൽ സ്പേസ് ഷെയർ ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന കമ്മ്യൂണിറ്റി. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓൺ ഷെയർഡ് ഇൻട്രസ്റ്റ് ഓർ ഐഡന്റിറ്റി ഓർ ഫങ്ഷണൽ കമ്മ്യൂണിറ്റി. നമുക്ക് എല്ലാവർക്കും ഒരേപോലെ താല്പര്യം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാവരും ഒരേ ഐഡന്റിറ്റി ഷെയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫങ്ഷണൽ കമ്മ്യൂണിറ്റി. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക്, രണ്ട് ആസ്പെക്റ്റിൽ നമുക്ക് കമ്മ്യൂണിറ്റിനെ തരംതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജോഗ്രാഫിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് ദേ ആർ ബേസ്ഡ് ഓൺ ഷെയർഡ് ഫിസിക്കൽ ഏരിയ. അവിടെ ഉള്ള ആളുകൾ എല്ലാവരും ഒരേ സ്ഥലത്തായിരിക്കും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടാവുക. അതായത് കമ്മ്യൂണിറ്റീസ് ഡിഫൈൻഡ് ബൈ എ പ്ലേസ്. ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ആളാണ്, ഞാൻ വടകരയിൽ നിന്ന് വരുന്ന ആളാണ്, ഞാൻ മലപ്പുറത്ത് വരുന്ന ആളാണ്. അപ്പൊ പറയുന്നത് എന്താണ്? അവരെല്ലാവരും ഒരു സ്ഥലമാണ് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നൈബർഹുഡ്സ്, ടൗൺ, വില്ലേജ്, ഏതോ എന്റെ ടൗൺ ഇതാണ്, ഞാൻ ഇന്ന നാട്ടുകാരനാണ് എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ജിയോഗ്രാഫിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. എല്ലാവരും കൂടെ അവിടെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു ജോഗ്രാഫിക്കൽ ലൊക്കേഷനെ ഷെയർ ചെയ്യാം. എക്സാമ്പിൾസ് നമുക്ക് അർബൻ കമ്മ്യൂണിറ്റീസ് എടുക്കാം. ഡൽഹി, മുംബൈ പോലുള്ള നഗരങ്ങളിൽ ജീവിക്കുന്ന ആള്. റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് ചെറിയ ഗ്രാമങ്ങള്, ടൗൺസിലൊക്കെ ജീവിക്കുന്ന ആളുകള്. ഓക്കെ, രണ്ടാമത്തത് എന്താണ്? കമ്മ്യൂണിറ്റീസ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇവിടെ ജോഗ്രഫി ഉണ്ടാവില്ല, എല്ലാവരും ഒരു സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണെന്നില്ല, പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഒരേപോലത്തെ താല്പര്യങ്ങള്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന മൂല്യങ്ങൾ ഒരേപോലുള്ളതാവാം, അല്ലെങ്കിൽ ഇവരുടെ ഐഡന്റിറ്റി ഒന്നാവാം. ഓക്കെ, ഇങ്ങനെയുള്ള ആളുകൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്നിട്ടുണ്ടാവുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെമ്പേഴ്സ് ഓഫ് കമ്മ്യൂണിറ്റീസ് മേ കം ഫ്രം ഡിഫറെന്റ് ജോഗ്രാഫിക്കൽ ലൊക്കേഷൻസ്. പല ജോഗ്രാഫിക്കൽ ലൊക്കേഷനിൽ നിന്നും വരുന്ന ആളുകളാവാം, പക്ഷെ ഇവരെയൊക്കെ ഒരുമിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നത് അവരുടെ ഒരേപോലുള്ള വിശ്വാസങ്ങൾ, ഒരേപോലുള്ള ഹോബീസ് അല്ലെങ്കിൽ ഒരേപോലുള്ള ഐഡിയോളജീസ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കൾച്ചറൽ ഓർ ലിംഗ്വിസ്റ്റിക്
ഗ്രൂപ്പ്, അതായത് മലയാളം സംസാരിക്കുന്ന, ഹിന്ദി സംസാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഗ്രൂപ്പ്, അല്ലെങ്കിൽ പ്രൊഫഷൻ ബേസ്ഡ് കമ്മ്യൂണിറ്റീസ്, ഡോക്ടേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി, എഞ്ചിനീയേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി, സോഷ്യൽ വർക്കേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ റിലീജിയസ് ഓർ സ്പിരിച്വൽ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ആക്ടിവിസ്റ്റ് ഓർ അഡ്വക്കസി ഗ്രൂപ്പ്, LGBTQ+ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ദളിത് മൂവ്മെന്റ്സ് സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഏത് രീതിയിലും ആവാം. ഇനി ഇപ്പൊ നമ്മൾ നോക്കിയത് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവില് കമ്മ്യൂണിറ്റി എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സോഷ്യൽ വർക്ക് പെർസ്പെക്റ്റീവില് കമ്മ്യൂണിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. അപ്പൊ സോഷ്യൽ വർക്കിൽ നമ്മൾ തുടക്കം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ സോഷ്യൽ വർക്കേഴ്സ് പലതരത്തിലുള്ള ഫ്രെയിം വർക്കുകളിലൂടെ, പലതരത്തിലുള്ള ഫ്രെയിംസിലൂടെ ഈ കമ്മ്യൂണിറ്റിനെ നോക്കിക്കാണുന്നുണ്ട്. അപ്പൊ സോഷ്യൽ വർക്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് ഒരു കുറച്ച് ആളുകൾ മാത്രമല്ല, മറിച്ചിട്ട് എന്താണ്, ഒരു ഡൈനാമിക് സിസ്റ്റം ആണ്. ആ സിസ്റ്റത്തില് എന്തൊക്കെ വരുന്നുണ്ട്, പലതരത്തിലുള്ള സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മള് താഴെ കൊടുത്തിരിക്കുന്ന ഈ 3 ഫ്രെയിം വർക്കിലൂടെയാണ് സോഷ്യൽ വർക്കേഴ്സ് കമ്മ്യൂണിറ്റിനെ നോക്കിക്കാണുന്നത്. ആദ്യത്തത് സോഷ്യൽ സിസ്റ്റം എന്നുള്ള നിലയില്, രണ്ടാമത്തത് എക്കോളജിക്കൽ സിസ്റ്റം എന്നുള്ള നിലയില്, മൂന്നാമത്തത് പവർ സെന്റർ അല്ലെങ്കിൽ കോൺഫ്ലിക്ട് സെന്റർ ആയിട്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിറ്റിനെ നോക്കിക്കാണുന്നത്. ഇനി കമ്മ്യൂണിറ്റി ആസ് എ സോഷ്യൽ സിസ്റ്റം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിറ്റി ആസ് എ സോഷ്യൽ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്രെയിം വർക്ക് ആണ്. അവിടെ നമ്മൾ കമ്മ്യൂണിറ്റിനെ നോക്കിക്കാണുന്നത് ഒരു സിസ്റ്റം ആയിട്ടാണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റം, പരസ്പരം ബന്ധപ്പെട്ടുള്ള കോമ്പോണൻസ് ഉള്ള സിസ്റ്റം. ഓക്കെ, അതായത് പരസ്പര ബന്ധിതമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതായത് ഫംഗ്ഷൻ ടുഗദർ ടു സെർവ് നീഡ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ചിട്ട് പെരുമാറാനുള്ള ഒരു സിസ്റ്റമായിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിനെ കാണാം. അപ്പൊ ഈ ഒരു പെർസ്പെക്റ്റീവ് വന്നത് ജനറൽ സിസ്റ്റംസ് തിയറി എന്നുള്ള തിയറിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ജനറൽ സിസ്റ്റംസ് തിയറി പ്രകാരം നമ്മൾ കമ്മ്യൂണിറ്റിനെ കാണുന്നത് എന്ന് പറഞ്ഞാല് ഒരു സമൂഹമായിട്ടാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വല പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള പാർട്സ് ഉണ്ടാവും. നമുക്ക് കമ്മ്യൂണിറ്റീസിന് സബ്സിസ്റ്റംസിനെ നമുക്ക് പറയാം ഫാമിലീസ്, സ്കൂൾസ്, ഹെൽത്ത് കെയർ സിസ്റ്റംസ്, എക്കണോമിക് സിസ്റ്റംസ്, ഗവൺമെന്റ്. ഇതൊക്കെ എന്താണ്, ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ്, ഇന്റർ റിലേറ്റഡ് കോമ്പോണൻസ് ആണ്. ഈ ഫാമിലിയും സ്കൂളും ഹെൽത്ത് കെയറും ഗവൺമെന്റും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുമുണ്ട്. ഓക്കെ, സബ്സിസ്റ്റംസ് ആർ ഇന്റർഡിപെൻഡന്റ്. ഈ എല്ലാ സബ്സിസ്റ്റംസും എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒന്നിന് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നാൽ, എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തമായിട്ടാണ് എഫക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഉദാഹരണം നോക്കാം. എക്കണോമിക് ഇൻഇക്വാലിറ്റി, അതായത് സാമ്പത്തികപരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിവ് നേരിടുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം, എഡ്യൂക്കേഷണൽ ആക്സസിനെ ബാധിക്കും. അത് തിരിച്ച് നമുക്ക് ഹെൽത്ത് ഔട്ട്കംസിനെയും ഹെൽത്തിനെ എന്ത് ചെയ്യും, ബാധിക്കും. എല്ലാവരുടെയും സാമ്പത്തിക നില ഒരേപോലെ അല്ല എങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത്, അവർക്ക് ഹെൽത്ത് കെയർ സർവീസസിനുള്ള ആക്സസ് എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി ഒരു സോഷ്യൽ സിസ്റ്റം എന്നുള്ള നിലയിൽ കമ്മ്യൂണിറ്റിക്ക് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. രണ്ടാമത്തത് സോഷ്യലൈസേഷൻ, മൂന്നാമത്തത് സോഷ്യൽ കൺട്രോൾ, നാലാമത്തത് പാർട്ടിസിപ്പേഷൻ, അഞ്ചാമത്തത് സപ്പോർട്ട്. ഇത് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് കമ്മ്യൂണിറ്റീസിൽ സാധനങ്ങൾ ഉണ്ടാക്കണം, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ സർവീസസ് ഉണ്ടായിരിക്കണം. അത് അവിടെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിതരണം ചെയ്യണം. അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് അവർക്കത് കിട്ടണം. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ ആണ്. അതായത് കമ്മ്യൂണിറ്റീസിൽ നിയമങ്ങൾ ഉണ്ടാവും, മൂല്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ കൾച്ചറൽ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതായത് നാളെ വരും തലമുറ ഇന്നത്തെ രീതിയിൽ ചെയ്യണം, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ വരുന്ന പുതിയ ആളുകള് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടാവും. അതായത് ഓരോരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായിട്ടുള്ള നിയമങ്ങളും മൂല്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകളും പ്രവർത്തിക്കണം, ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണം എന്നുള്ള ഒരു തോന്നലിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു സമൂഹത്തിലുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിന്റെ ഭാഗമാകുന്ന സമയത്ത് നമ്മുടെ ബിഹേവിയറിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിയമങ്ങളും നോംസും കൊണ്ടുവരും. ഓക്കെ,
നമ്മള് സൊസൈറ്റിയിൽ നമ്മൾ ഓരോരോ സാഹചര്യങ്ങളിൽ ഇങ്ങനെ പെരുമാറണം എന്നുണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നിയമങ്ങളും റൂൾസും നോംസും കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാല് കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും അവസരങ്ങൾ കിട്ടണം. എല്ലാ ആളുകൾക്കും കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക് ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടണം. സപ്പോർട്ട് എന്ന് പറഞ്ഞാലോ, കമ്മ്യൂണിറ്റീസ് സോഷ്യൽ, ഇമോഷണൽ, എക്കണോമിക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ മെമ്പേഴ്സിന്. ഓക്കെ, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, ക്രൈസിസ് വരുന്ന സമയത്ത് NGOസിലൂടെ, ഫാമിലി നെറ്റ്വർക്കിലൂടെ അതിലുള്ള മെമ്പേഴ്സിന് കമ്മ്യൂണിറ്റി സഹായങ്ങൾ നൽകുന്നുണ്ട്. സോഷ്യൽ, ഇമോഷണൽ, എക്കണോമിക് ആയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നോക്കിക്കാണുന്നത് കമ്മ്യൂണിറ്റി ആസ് എ എക്കോളജിക്കൽ സിസ്റ്റം. കമ്മ്യൂണിറ്റിനെ ഒരു എക്കോളജിക്കൽ സിസ്റ്റം ആയിട്ടാണ്. അതായത് കമ്മ്യൂണിറ്റിനെ നമ്മൾ കാണുന്നത് ഇൻ ടേംസ് ഓഫ് ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ ആൻഡ് ദർ എൻവയോൺമെന്റ്. ആളുകളും അവരുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റും തമ്മിലുള്ള ബന്ധം. അത് നാച്ചുറൽ എൻവയോൺമെന്റ് ആവാം, അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെന്റ് ആവാം. ഓക്കെ, കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കോസിസ്റ്റം പോലെയാണ്. എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? എക്കോസിസ്റ്റം എന്ന് പറയാം. നമ്മുടെ പ്രകൃതിയിലെ പോലെ, പ്രകൃതിയിൽ നമ്മൾ എല്ലാവരും പരസ്പരം ആശ്രയിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റിയും. കമ്മ്യൂണിറ്റി ഒരു എക്കോസിസ്റ്റം ആണ്. കമ്മ്യൂണിറ്റിക്ക് പല പാർട്സ് ഉണ്ട്. അതിനെ ഇന്റർഡിപ്പെൻഡ് ചെയ്യുന്ന, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന പാർട്സ് ഉണ്ട്. സ്പേഷ്യൽ ഫീച്ചേഴ്സ്, പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്, ടെക്നോളജി, സോഷ്യൽ ബൗണ്ടറീസ് ആൻഡ് ഹൈറാർക്കീസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്പേഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാൻഡ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഭൂമി നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ഒക്കെ നമ്മുടെ ആവശ്യത്തിനുള്ള റിസോഴ്സസുകളൊക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർവീസസ് ഒക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഭൂമി എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ആളുകളുണ്ട്, സൈസ് എത്രയാണ്, ഡെൻസിറ്റി എത്രയാണ്, അവരുടെ ഇടയിലുള്ള ഡൈവേഴ്സിറ്റി എത്രത്തോളമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, പല ഗ്രൂപ്പുകളെ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ടെക്നോളജി. ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ്, ട്രാൻസ്പോർട്ട് ഒക്കെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എടുത്താൽ നമ്മളൊരു ടെക്നോളജി അറിയാത്ത ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രമാണ് ആളുകൾക്ക് ഒരേപോലുള്ള എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അവരുടെ എംപവർമെന്റിന്, അവരുടെ ശാക്തീകരണത്തിന് ടെക്നോളജി എന്താണ്? നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നാലാമത്തത് എന്താണ്? സോഷ്യൽ ബൗണ്ടറീസ് ആൻഡ് ഹൈറാർക്കീസ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സോഷ്യൽ ബൗണ്ടറീസ് ഉണ്ട്. കാസ്റ്റിന്റെ രീതിയിൽ, ജെൻഡറിന്റെ രീതിയിൽ, ക്ലാസിന്റെ രീതിയിൽ ഒക്കെ എന്തുണ്ട്? കുറച്ച് വേലികൾ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നുണ്ട് അല്ലെ? അപ്പോ ആളുകൾക്ക് ഈ കാസ്റ്റിന്റെ പേരിൽ, ജെൻഡറിന്റെ പേരിൽ, ക്ലാസിന്റെ പേരിലൊക്കെ ചില സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്രോതസ്സുകളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റൂല. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ ബൗണ്ടറീസ് ആൻഡ് ഹൈറാർക്കീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്ട്രക്ചറിനെ ഷേപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോസസ്സുകൾ ഉണ്ട്. കോമ്പറ്റീഷൻ ഫോർ ലിമിറ്റഡ് സോഴ്സസ്, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സസ്, വെള്ളം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, അങ്ങനെയുള്ള കുറഞ്ഞ രീതിയിലുള്ള സ്രോതസ്സുകൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നത്. ഡോമിനൻസ് എന്ന് പറഞ്ഞാല് സോഷ്യൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് ദാറ്റ് കൺട്രോൾ റിസോഴ്സസ്, അതായത് വെള്ളം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു സോഷ്യൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗ്രൂപ്പ് ഉണ്ടാവും, അവരുടെ ഒരു അധികാരം, അതിനെയാണ് ഡോമിനൻസ് എന്ന് പറയുന്നത്. സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ഉണ്ടാവും, അവരായിരിക്കും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. മറ്റാർക്കും ആ തീരുമാനങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമുക്ക് കൂടുതൽ സിറ്റീസ് അല്ലെങ്കിൽ റീജിയണൽ സെന്റേഴ്സിലാണ് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. പിന്നുള്ളതാണ് എന്ത്? സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്, ദളിറ്റ്സ് അല്ലെങ്കിൽ കാസ്റ്റ് വൈസ് ബാക്ക്വേർഡ് ഗ്രൂപ്പുകളെ നമ്മള് ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് മാറ്റുക, അവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കാതെ ചില ഏരിയാസിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ചേരികള്, ഗെറ്റോസിലൊക്കെ മാറ്റുക. അവരവിടെ തന്നെ നിൽക്കേണ്ട ആളുകളാണ്, അവര് മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വരരുത്, അല്ലെ കമ്മ്യൂണിറ്റിന്റെ പാർട്ടായിരിക്കാൻ അവർക്ക് അർഹതയില്ല എന്നുള്ള നിലയിൽ അവരെ ഇങ്ങനെ മാറ്റി നിർത്തുക. സക്സഷൻ എന്ന് പറഞ്ഞാല് ഗ്രൂപ്പ്സ് മൂവ് ഇൻ ടു ഏരിയാസ് വൺ ദേ ആർ എക്കണോമിക്കലി സ്റ്റേബിൾ, അതായത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടി നമ്മള് നല്ല രീതിക്ക് നമ്മൾ എക്കണോമിക്കലി സ്റ്റേബിൾ ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞു, എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ
ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്കണോമിക്കലി സ്റ്റേബിൾ ആയാൽ നമ്മൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മൾ വേറൊരു കമ്മ്യൂണിറ്റിയിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സക്സഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കിക്കാണുന്നത് കമ്മ്യൂണിറ്റി ഈസ് എ പവർ ആൻഡ് കോൺഫ്ലിക്റ്റ് ഏരിയ. അതായത് കമ്മ്യൂണിറ്റിയിലെ എല്ലാ കാലവും ഹാർമണി അല്ലെങ്കിൽ സമാധാനം മാത്രമല്ല ഉണ്ടാവുന്നത്, കോൺഫ്ലിക്റ്റുകളും വരുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിറ്റി ഈസ് എ സൈറ്റ് ഓഫ് പവർ ഡൈനാമിക്സ്. കമ്മ്യൂണിറ്റിയിൽ എന്തുണ്ട്, പവർ ഡൈനാമിക്സ് ഉണ്ട്. അതായത് റിസോഴ്സസുകള്, ഓപ്പർച്യൂണിറ്റീസ്, റേറ്റ്സ് ആർ ഓഫൺ കോണ്ടസ്റ്റഡ്. അതായത് നമുക്ക് സ്രോതസ്സുകളിൽ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അവസരങ്ങള് അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങളൊക്കെ പല സമയത്ത് നിഷേധിക്കപ്പെടാറുണ്ട്. ഓക്കെ, നമുക്ക് അവസരങ്ങളും നമ്മുടെ അവകാശങ്ങളൊക്കെ പല സമയത്തും നിഷേധിക്കപ്പെടാറുണ്ട്. ആർക്കാണോ അധികാരം ഉള്ളത്, ആരാണോ സെന്റർ ആയിട്ട് വരുന്നത്, പൊളിറ്റിക്സിൽ സെന്റർ ഉള്ളത്, അവർക്കാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ സ്രോതസ്സുകളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അവസരങ്ങളൊക്കെ പല സമയങ്ങളിലും ഡിസൈഡ് ചെയ്യുന്നത്, ആർക്ക് കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പവറും പൊളിറ്റിക്സും ആണ്. അവിടെ ചില സമയത്ത് ഈ ഒരു കാര്യം വരുമ്പോ റിസോഴ്സസുകളൊക്കെ പവറും കോൺഫ്ലിക്റ്റും ഉപയോഗിച്ചിട്ട് വേറെ പലർക്ക് കൊടുക്കുന്ന സമയത്ത്, അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടാതിരിക്കുന്ന സമയത്ത് അവിടെ വാഗ്വാദങ്ങൾ ഉണ്ടാവും, കൺഫ്രണ്ടേഷൻ ഉണ്ടാവും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ദളിത് അല്ലെങ്കിൽ കാസ്റ്റ് വൈസ് ഒക്കെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്ക് പവർ, അതുപോലെ തന്നെ റിസോഴ്സുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അവരെ റെപ്രസെന്റ് ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് പവർ ആൻഡ് കോൺഫ്ലിക്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റീസ് ആർ നോട്ട് ഹാർമോണിയസ് ബൈ ഡിഫോൾട്ട്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല് ഒരിക്കലും ഹാർമോണിയസ്ലി പോകുന്ന ഒരു കാര്യമല്ല. എല്ലാപ്പോഴും സമാധാനം മാത്രമല്ല കമ്മ്യൂണിറ്റീസിൽ ഉണ്ടാവുന്നത്. പല സമയത്ത് ഭൂമിക്ക് വേണ്ടി, വെള്ളത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയില് വാഗ്വാദങ്ങള് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ സോഷ്യൽ വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇത്തരത്തില് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ഗ്രൂപ്പുകൾ, മാർജിനലൈസ്ഡ് ഗ്രൂപ്പുകളെ നമ്മൾ ഒരുമിച്ച് നിർത്തിയിട്ട് അവർക്കും വേണ്ടിയിട്ട്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുകയും അവർക്ക് അവകാശപ്പെട്ടത് എന്താണോ അത് നമ്മൾ നേടിക്കൊടുക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റിനെ മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ആണ്. കമ്മ്യൂണിറ്റിക്ക് 5ഓളം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് വരുന്നത് ഹ്യൂമൻ സ്കെയിലാണ്. ഹ്യൂമൻ സ്കെയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നതാണ്. പേഴ്സണൽ ഇന്ററാക്ഷൻസിനെയാണ്. ഇത് കമ്മ്യൂണിറ്റീസിലുള്ള മെമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അവരുടെ എൻവയോൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തത് എന്താണ്, ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ്. അതായത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് തോന്നണം ഞാൻ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണുള്ളത്. ആ കമ്മ്യൂണിറ്റിയിലുള്ള മറ്റുള്ള ആളുകളുമായിട്ട് നമുക്കൊരു ഇമോഷണൽ ബോണ്ട്, വൈകാരികപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. മൂന്നാമത്തത് എന്താണ്, ഒബ്ലിഗേഷൻ ആണ്. കമ്മ്യൂണിറ്റീസിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും, എന്റെ കമ്മ്യൂണിറ്റി അങ്ങനെ ആവണം ഇങ്ങനെ ആവണം. അതുപോലെ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റിയോട് ചില ഒബ്ലിഗേഷൻസും ഉണ്ട്. ഒബ്ലിഗേഷൻസ് ആർ ഓഫൺ ഇൻഫോർമൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ആണ്, ബട്ട് ഡീപ്ലി റൂട്ടഡ് ഇൻ കമ്മ്യൂണിറ്റീസ് കൾച്ചർ. കമ്മ്യൂണിറ്റിയുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഉള്ള കുറച്ച് ഒബ്ലിഗേഷൻസ് ഉണ്ടാവും, നമ്മൾ നിർബന്ധമായിട്ട് പാലിക്കേണ്ട കുറച്ച് ഒബ്ലിഗേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് നമ്മുടെ അടുത്തുനിന്ന് കുറച്ച് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ഗെമിൻഷാഫ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്മ്യൂണിറ്റി ആർ പേഴ്സണൽ, ഇമോഷണലി ഡ്രിവൺ ആൻഡ് ഒബ്ലിഗേറ്ററി. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുന്ന, നേരത്തെ ഗെമിൻഷാഫ്റ്റ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തത്, ബന്ധങ്ങള് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, പേഴ്സണൽ റിലേഷൻഷിപ്പ് ആണ്, ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ആണ്, വൈകാരികപരമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങളാണ്. എന്തിന്റെ മുകളിലാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്, പരസ്പരമുള്ള വിശ്വാസത്തിന്റെയും നമ്മൾ ഷെയർ ചെയ്യുന്ന നോംസിന്റെയും അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ ഉടലെടുക്കുന്നത്. ഇനി അഞ്ചാമത്തതായിട്ടുള്ളത് കൾച്ചറാണ്. എല്ലാ കമ്മ്യൂണിറ്റീസിനും അവരുടേതായിട്ടുള്ള ഒരു സംസ്കാരം ഉണ്ടാവും. അതാണ് ഒരു കമ്മ്യൂണിറ്റിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു ഘടകം. അതായത് അവരുടേതായിട്ടുള്ള വിശ്വാസ പരമ്പരകള്, ഭാഷ, അവരുടേതായിട്ടുള്ള ഒരേപോലുള്ള അനുഭവങ്ങള്, ഇതൊക്കെ എവിടെ ഉണ്ടാവും, കമ്മ്യൂണിറ്റീസിൽ ഉണ്ടാവും. അപ്പോ ഇപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ഡെഫിനിഷൻ, രണ്ട് തരത്തിലുള്ള പെർസ്പെക്റ്റീവ്, അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ താങ്ക് യു.